തരുന്ന അള്ളയല്ലേ? ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ കള്ളുകുടിയനും പെണ്ണുപിടിയനും പലിശ കച്ചവടം നടത്തുന്നവനും എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും പറയാൻ മടിക്കുന്ന ഒരു വിഭാഗമായ ആലിമീങ്ങളിൽ നിന്ന് മാറി. എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പലപ്പോഴും നമുക്കും പലതും പറയണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? പലപ്പോഴും പലതും പറയണമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കൊടി പിടിക്കാൻ കുറെ എണ്ണം ഉണ്ടല്ലോ. അതിനും കൊടി പിടിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരങ്ങനാണല്ലോ. നമ്മുടെ സമുദായത്തിന് നാണം കെടുത്തുന്നത് നമ്മൾ തന്നെ. എന്തിനാപ്പ നാട്ടുകാരെ പറയണേ? എന്തിനാ നാട്ടുകാരെ പറയണേ? എടാ, എത്രയോ വീടുകളിൽ നിന്ന് മോനെ ഫൈസലെ ലൈവ് ഉണ്ടോടാ? പേടിയാ പറയാൻ, കാരണം കട്ട് ചെയ്ത് കളയുക. എത്രയോ ആൾക്കാരെ ഏതെല്ലാം വീടുകളിൽ നിന്ന് പിടിക്കുന്നു പെണ്ണുങ്ങളെ. ഞാൻ ചെയ്തത് ന്യായീകരിക്കുന്നില്ല. തെറ്റ് ചെയ്തത് ആരായാലും തെറ്റ്. ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഉസ്താദിനെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓരോ മഹാന്മാർ അങ്ങോട്ട് ചെന്ന് വീഡിയോ പിടിച്ചിട്ട് ഉസ്താദിനെ പിടിച്ചു നാണം കെടുത്തടാ. എടാ, ആ ഉസ്താദ് തൗബ ചെയ്ത അള്ളാഹ് പുറത്തു കൊടുക്കും. നീ എന്നാ ചെയ്യും? അയാൾ കാണിച്ചത് തെറ്റ്. ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. തെറ്റ് തന്നെ. സ്വന്തം തന്ത ചെയ്താലും തെറ്റ് തന്നെ. അത് ആലിമാണെങ്കിലും ആരാണെങ്കിലും. പക്ഷെ ഒരു ഉസ്താദിനെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് എടാ വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ നീ കണ്ടിട്ടുണ്ടോടാ? വേറെ ഏതെങ്കിലും? എടാ, നിന്റെയൊക്കെ ആക്കിബത്ത് എവിടാകും? ഒരു മനുഷ്യന്റെ ഇസ്സത്ത് അത് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലല്ലോ. അത് അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യമല്ലേ? എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളങ്ങനല്ല. കാസർഗോഡ് നിന്ന് ഒരു പെൺകൊച്ചു ഒളിച്ചോടി പോയാൽ തിരുവനന്തപുരം വരെ അറിയാം. വേറെ എവിടെ നിന്നൊക്കെ പോന്നറാ. ഇന്ന് വരെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയ ഒരു ഫോട്ടോ നീ കണ്ടിട്ടുണ്ടോ? ഇതില്ല. എന്താ പറയാ, ഒരു മാസം പട്ടിണി കടന്ന ഒരു പട്ടിയുടെ മുന്നിൽ ഒരു എല്ലും കഷ്ണം ഇട്ടുകൊടുത്ത തിന്നാൻ കാണിക്കുന്ന ആർത്തിയ ഇതൊക്കെ കിട്ടുമ്പോ കാസർഗോഡുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി അയക്കല, ഷെയർ ചെയ്യലില്ല. എന്താ അപ്പ ഇങ്ങനെ ആയിപ്പോ ഈ സമുദായം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഞാൻ പറയട്ടെ, ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ ഞാൻ പശ്ചാത്തപിച്ച അള്ളാഹ് എനിക്ക് പുറത്തു തരും. നീ എന്ത് ചെയ്യും? ഏറ്റവും വലിയ പാപം എന്തെന്ന്? ഏറ്റവും വലിയ പാപം, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഞാൻ ഈ നാട്ടിൽ വന്ന് ഒരു തെറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പച്ചമലയാളത്തിൽ പറഞ്ഞ ഒരു പെണ്ണ് കേസ് നടത്തി എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എല്ലാവരും എന്നെ പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ മോഷണം നടത്തി, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. നാട്ടുകാരൊക്കെ ചിലപ്പോ എന്നെ തല്ലും. അതാണല്ലോ ആദ്യം കിട്ടിയ തല്ലൽ തന്നെ. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോയി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നു. ഞാൻ ചെയ്തു പോയത് ഓർത്ത് അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയും കഴിഞ്ഞു. ഞാൻ പിന്നെ ഒരിക്കൽ മുടിക്കോട് വന്നപ്പോ കുറച്ച് ചെറുപ്പക്കാര് കൂടി നിന്നിട്ട് പറയാ, കണ്ടോടാ അങ്ങാരെ കണ്ടോ, ഉസ്താനെ കണ്ടോ? പണ്ട് മോഷണത്തിൽ പിടിച്ച് തല്ലും കൊടുത്ത് പറഞ്ഞു വിട്ട ആളാ, കളിയാക്കുകയാ. മോനെ, നീ അങ്ങനെ പറഞ്ഞാൽ, നീ എന്നെ കളിയാക്കിയാൽ മരിക്കുന്നതിന് മുമ്പ് നീയും ഇതേപോലെ നാറിയിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കൂ, ഉസ്താദ് ചെയ്തതല്ലേ? ഞാൻ ചെയ്തതാ. എടാ, ഞാൻ ചെയ്ത എന്നെ പെണ്ണുകേസി പിടിച്ചിട്ടുണ്ടോ? എന്നെ മോഷണ കുറ്റത്തിന് പിടിച്ചിട്ടുണ്ടോ? ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങിയതിനു ശേഷം നീ എന്നെ കളിയാക്കിയ എഴുതി വെച്ചോ, നീ നാറിയിരിക്കും മരിക്കുന്നതിന് മുമ്പ്. നിന്നെയും ഏതെങ്കിലും തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ടാകും. തല്ലും. കാത്തിരുന്നോ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മക്കളെ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ നാട്ടിലില്ലാതെ വരുമ്പോ അവിടെ അള്ളാഹുവിന്റെ അദാബുകൾ ഇറങ്ങും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11:15 നിർത്താറായ എന്താ പറയണം? എനിക്ക് 2 കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പറയാം, ഇല്ലെങ്കിൽ സലാം പറയാം, കാരണം വിശക്കുന്നു. എന്ത് വേണം ഇപ്പൊ? പറയണോ നിർത്തണോ? വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കി. പൈസ ചോദിക്കുമ്പോഴേ ആത്മാർത്ഥത കാണിക്കണം കേട്ടാ. പൈസ ചോദിച്ചുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം. അപ്പൊ പിന്നെ ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് പൊക്കിക്കോണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 3 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
മൂന്നാമത്തെ വിഭാഗം എന്തെന്നറിയുമോ? ഈ നാട്ടിൽ ഇന്ന് കാണാതെ വരുന്ന മൂന്നാമത്തെ വിഭാഗം എന്താണ്? റസൂലുള്ള പറയുന്നു, വമശായിഖ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തെറ്റ് കണ്ടാൽ തിരുത്തുന്ന, തെറ്റ് തെറ്റാണെന്ന് പറയുന്ന, നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുകയും ചെയ്യുന്ന പ്രായമുള്ള ഒരു വിഭാഗം ഒരു നാട്ടിലില്ലാതെ വന്ന അവിടെ ദുരന്തമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ നാട്ടില് പ്രായം ചെന്നവര് ഒരു തെറ്റ് കണ്ട അവർ പിടിച്ചു നിർത്തിയിട്ടത് തിരുത്തുമായിരുന്നു. പണ്ടൊക്കെ പ്രായമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വാപ്പാനെ പേടിയില്ലെങ്കിലും പ്രായമുള്ളവരെ പേടിയാ. വാപ്പാനെയും ഉമ്മാനെയും പേടിയില്ലെങ്കിലും പ്രായമുള്ളവര് ഒരു വിഭാഗമുണ്ട്. പടച്ചവൻ അവരിങ്ങനെ കണ്ട, തെറ്റ് കണ്ടാ പറയണ്ട, ഇവിടെ വാടാ, ഇത് തെറ്റാടാ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഭാഗം പ്രായമുള്ള ഉപ്പമാരും ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പ്രായം ചെന്നവരങ്ങനെ ഇല്ലല്ലോ. എന്തെല്ലാം പടച്ചവനെ നാടുകളിൽ എന്തെല്ലാം മോശത്തരങ്ങൾ കണ്ടാല്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തേ നിങ്ങൾ കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്തത്? തെറ്റ് കണ്ടാ തിരുത്തണമല്ലോ. അത് ഏത് സാഹചര്യത്തിലാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ദാ സുബഹി നമസ്കാരത്തിന് പോകുമ്പോഴാണ് അബൂ ലുഅൽ എന്ന് പറയുന്ന മജൂസി വിഷങ്കലർത്തിയ കടാര കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല പോലും താഴെയാട് വായിലൂടെ ഒഴിക്കുന്ന വെള്ളം തന്റെ കുടലൂടെ വയറ് കയറിയിട്ട് വെളിയിലേക്ക് പോകുന്ന രംഗത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ എല്ലാവരും ഉമർ തങ്ങളെ കാണാൻ വരുമ്പോ ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ, നിങ്ങൾ ആരായിരുന്നു ഉമറേ? നിങ്ങൾ ആരായിരുന്നു ഉമറേ? മുത്തുനബിയുടെ തലയെടുക്കാൻ പോയ മനുഷ്യനായിരുന്നല്ലോ. കള്ളും പെണ്ണുമായി ജീവിച്ച മനുഷ്യനായിരുന്നല്ലോ. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. നിങ്ങൾ മുസ്ലിമായല്ലോ. നിങ്ങൾക്ക് ഖലീഫയാകാൻ കഴിഞ്ഞല്ലോ. മുത്തുനബിയുടെ കൂടെ നടക്കാൻ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, മദീനത്ത് കടന്ന് ഷഹീദാകാൻ അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ. ഇതിനക്കാരം എന്തേ വേണ്ടത്? ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തല വെട്ടാൻ പോയ മനുഷ്യരാ. നിങ്ങൾക്ക് അല്ലാഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഭാഗ്യം തന്നു. മുത്തുനബിയുടെ കൂടെ നടക്കാൻ ഭാഗ്യം തന്നു. അല്ലാഹുവേ, നിങ്ങൾക്ക് മദീനത്ത് കടന്ന് ഷഹീദാകാൻ അല്ലാഹു ഭാഗ്യം തന്നു. നിങ്ങൾ ശുഹദാക്കളുടെ കൂടെയാ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഉമർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവേ സന്തോഷത്തിന്റെ കുളിർമഴ പെയ്തിറങ്ങുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. എന്ത് കാഴ്ചയെന്നറിയോ? എന്ത് കാഴ്ചയെന്നറിയോ? ഉടനെ ഉമർ തങ്ങൾ പടച്ചവനെ തന്റെ കുടൽമാല വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് കൈ ഇങ്ങനെ മരുഭൂമിയിൽ കുത്തി എഴുന്നേറ്റ് പതുക്കെ ഇങ്ങനെ തല ഉയർത്തി. എന്നിട്ട് വിളിക്കുന്നു, യാ ബുനയ്യ, യാ അഖീ, പൊന്നുമോനെ, പൊന്നുമോനെ. തനിക്കൊരുപാട് സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞിട്ട് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരന് ഉമർ തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അഹങ്കാരത്തിന്റെ അടയാളവാ. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമല്ല. എന്റെ പൊന്നുമോനെ, ആ തുണിയൊന്ന് ഉയർത്തുമോനെ. മരണത്തിന്റെ വേളയിൽ കിടന്ന് പിടയുമ്പോൾ തന്റെ കണ്ണിന്റെ മുന്നിൽ നടന്ന തെറ്റ്, എന്റെ കണ്ണുകൊണ്ട് കണ്ട തെറ്റ് ഉമർ തങ്ങൾ തിരുത്തി കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, എന്തെല്ലാം തെറ്റുകളാ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്നത്? തിരുത്തുന്നില്ലല്ലോ. എന്തിനാ നാട്ടുകാർ
നാട്ടുകാരെ തിരുത്താൻ പോകുന്നത്. നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു. അല്ലാഹുവേ എന്തുകൊണ്ട് കഴിയുന്നില്ല വാപ്പാ? അല്ലാഹുവേ എന്ന വിഭാഗമാണല്ലോ ഏറ്റവും കൂടുതൽ തകർക്കുന്നത്. ഇന്ന് പടച്ചവനെ നിക്കാഹിന്റെ രംഗങ്ങൾ പറയേണ്ടതില്ല. ഇന്ന് വിവാഹം നടക്കുന്നത് പടച്ചവനെ അല്ലാഹുവേ, അല്ലാഹുവേ ഇന്ന് വിവാഹ പന്തലുകളിൽ നടക്കുന്ന പേക്കൂത്തുകൾ അറിയുമല്ലോ. അല്ലാഹുവേ എന്തൊക്കെ കോലമാണ്. ആനപ്പുറത്ത് വരുന്നവര്, JCBക്കകത്ത് വരുന്നവര്, ചെണ്ടമേളം നടത്തുന്നവര്, പടക്കം പൊട്ടിക്കുന്നവര്, റോഡിലൂടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്നവര്, വാഹനത്തിന്റെ റാലി നടത്തുന്നവര്. അവിടെ ആണും പെണ്ണിനും വ്യത്യാസമില്ലല്ലോ. പ്രായം ചെന്ന തള്ളമാര് പോലും പടച്ചവനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുമ്പോ ആ നാട്ടില് പ്രായമുള്ളവരില്ല. ആ നാട്ടില് പ്രായമുള്ള ഉമ്മമാരും വാപ്പമാരും ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടല്ലോ. എന്തുകൊണ്ട് തിരുത്തിയില്ല? ചോദിക്കും ബാപ്പാ, നിന്നെയൊന്നും അല്ലാഹു വെറുതെ വിടത്തില്ല. അല്ലാഹു ഈ നാട്ടിലെ പ്രായമുള്ള ഒരെണ്ണത്തിനെയും അല്ല വെറുതെ വിടത്തില്ല. അല്ല നിന്നെ പിടിച്ചു നിർത്തും. നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഇത് പാപമാണ്, ഇത് അനാചാരമാണ്, ഇത് ഉമ്മത്തിന് ചേർന്നതല്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത ഉപ്പാ ഉമ്മ, നിന്നെ നാളെ അല്ലാഹു പിടിച്ചു നിർത്തും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ. അതുകൊണ്ട് മാതാപിതാക്കളോട്, ഈ നാട്ടിലെ കാരണവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയണം വാപ്പാ. നിങ്ങൾ പറഞ്ഞാൽ അവര് കളിയാക്കും, അവര് പുച്ഛിച്ചു തള്ളും, അവര് നിസാരമായി തള്ളിക്കളയും. എന്ത് ചെയ്താലും നീ എന്തിനാ പേടിക്കുന്നത്? നന്മ പറയാൻ ഭയക്കരുത്. അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന സ്ഥാനവാ. ഈ നാട്ടിലെ പ്രായമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന സ്ഥാനമാ, നാട്ടുകാര് തന്നതല്ല. പ്രായം ചെന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും അല്ലാഹു തന്ന സ്ഥാനമാണെന്ത്? നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നീ തിരുത്തണം. അത് നിന്റെ ബാധ്യതയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു. ഏത് വാപ്പയാ പറയുന്നത്? എടാ ഏത് വാപ്പയാടാ? വീട്ടിലെ കാരണവന്മാര് പടക്കം പൊട്ടിക്കുന്നു, എന്തൊക്കെ മോശത്തരങ്ങൾ കാണിക്കുന്നു. ഇത് തെറ്റാണെന്ന് പറയുന്ന ഏത് വാപ്പയാ ഉള്ള? ഉണ്ടൂല്ല. സുമ്മുൻ ബുക്കുമുൻ ഉമ്മിയും ഫഹും ലാ യർജൂൻ. അതന്നെ, ഒന്നും മിണ്ടാതിങ്ങനെ നടക്കാ. വിടൂല വാപ്പ നിന്നെ ഒന്ന്. നീ പള്ളിക്കകത്ത് പോയിരുന്ന് കുത്തി തസ്ബീഹ് പറഞ്ഞ് നിസ്കരിച്ചെന്ന് നിന്നെ റബ്ബ് വിടൂല. തെറ്റ് കണ്ട തെറ്റാണെന്ന് പറയണം. ചിലപ്പോ അവരനുസരിക്കൂല, അവര് കളിയാക്കും, അവര് നിന്നെ മോശത്തരമാക്കും. എന്ത് ചെയ്താലും നിനക്കെന്താ? നീ പറയേണ്ടത് പറയണം, നീ പറയേണ്ടത് പറയണം. ഒരു മടിയും വേണ്ട. അല്ലാഹുവേ പടച്ചവനെ ഇതുപോലെയുള്ള അനാചാരങ്ങൾ നടക്കുമ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറയണം, ചെറുപ്പക്കാരാ ഇത് പാടില്ലാത്തതാടാ. അവൻ നിന്നെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? ഒരു തെറ്റ് കണ്ടാ തിരുത്തുന്ന വാപ്പമാര്, ഒരു തെറ്റ് കണ്ടാ തിരുത്തുന്ന ഉമ്മമാര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ അതിന്റെ വിമുതലതാ അവസാന പ്രവാചകം വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും നാളെ പടച്ചറബിന്റെ കോലത്തതാ പടച്ചറബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്, ഒരു വിഭാഗത്തെ അല്ലാഹു വിളിക്കുകയാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാ, നിങ്ങൾ സാധാരണ ആൾക്കാരല്ല, നിങ്ങൾ സാധാരണ ആൾക്കാരല്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നിങ്ങൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പൊക്കോ, നിങ്ങൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പൊക്കോ. നിങ്ങൾ ആരാ? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുകയും തെറ്റ് കണ്ടാ തിരുത്തുകയും ചെയ്യുന്ന മാതാപിതാക്കളെ, നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകണോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് വേണോ? തെറ്റ് കണ്ടാ പറഞ്ഞോ, ഇന്നു മുതല്
ഇന്നത്തെ ഈ രാത്രി മുതൽ തീരുമാനിക്ക്, നിന്റെ കുടുംബത്തില് നിന്റെ കണ്ണിന്റെ മുന്നില് ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാ പറയണം, ഇത് തെറ്റാണ് മോര്, ഇത് തെറ്റാണ് മോളെ, ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, നല്ലതിതാണെന്ന് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത ഒരു വിഭാഗം നാട്ടിലില്ലാതെ വന്നാ അവിടെ അല്ലാഹുവിന്റെ അദാബ്, ദുരന്തങ്ങൾ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നേരത്തെയൊക്കെ പള്ളിയുടെ മുന്നിലൊക്കെ കുറച്ച് പ്രായമുള്ളവരിയ്ക്കും. ഇങ്ങനെ പോകുമ്പോൾ അബൂബക്കറിന്റെ മോനല്ലേടാ, ഇങ്ങ് വാടാ, എന്തുവാടാ നീ ഇങ്ങനെ നടക്കണേ, പാപ്പയ്ക്ക് പേര് ദോഷം കേൾപ്പിക്കാനോ, നേരെ ജുമ്മ മുടിയും വെട്ടി നടക്കട, ഇന്നാരാ പറയണേ? അവിടെ നടക്കട്ടെ, നമ്മളങ്ങോട്ട് പോണ്ട. ആനപ്പടയും ചെണ്ടപ്പടയൊക്കെ നടന്നാലും എന്തൊക്കെ നടന്നാലും സുമില്ല മിണ്ടാൻ നടക്കാം. അല്ല വിടും വെറുതെ ഇട്ടാ, അല്ല എല്ലാത്തിനെയും വെറുതെ വിടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, ഒരു ചരിത്രം കാണാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു പ്രവാചകന്റെ സമുദായത്ത്, മൂസാ നബിയുടെ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു പ്രവാചകന്റെ സമുദായത്തോട് അള്ളാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുത്, എല്ലാവരും ഇബാദത്ത് ചെയ്യണം. കേട്ടില്ല, കുറെ എണ്ണം മീൻ പിടിക്കാൻ പോയി, കുറെ എണ്ണം മീൻ പിടിക്കാൻ പോയി. പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ മീൻ പിടിക്കാൻ പോയവർ അല്ലാഹു നീ കോലം മറിച്ചേക്കണേ തമ്പുരാനെ, കൊരങ്ങന്മാരായിട്ട്. അല്ലാഹുവേ പടച്ചവനെ പറഞ്ഞതനുസരിക്കാത്തവരെ നീ കോലം മറിച്ചേക്കണം, കൊരങ്ങന്മാരായിട്ട് കോലം മറിക്കണം. അപ്പൊ ഇങ്ങനെ കടലിൽ മീൻ പിടിക്കാൻ പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയായിട്ട് വരുന്നത് കാണാൻ വേണ്ടി ഈ പോകാത്ത മഹാന്മാര് കരയിൽ ഇങ്ങനെ കാത്തിരിക്കടാ, ഇപ്പൊ വരുമല്ലാണോ, ഇപ്പൊ വരും, ഇങ്ങനെ കരയിൽ നോക്കി നിൽക്കാം. അപ്പൊ ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവന്മാരെ നീ ആദ്യം കോലം മറിക്കണേ എന്ന് ദുആ ചെയ്തു. കാരണം എന്താ, ഈ കടലിൽ പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് ഇത് പോകല്ലേ എന്ന് തിരുത്തി കൊടുക്കാത്തവരാവര്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മറ്റൊരു ചരിത്രം കാണാം. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിച്ചു കളയാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കുട്ടി ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കാം. അല്ലാഹു പറഞ്ഞു, ആ കുട്ടി ഫാത്തിഹ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ആയുസ് നീട്ടി കൊടുത്തു, തിരിച്ചു വിളിച്ചു. പിന്നീട് ഒരിക്കൽ ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഉസ്താദ് നിസ്കരിക്കുക, അങ്ങനെ കരുത്, ഒരു ഉസ്താദ് വലിയ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വിചാരിച്ചു, ഫാത്തിഹ ഓതിയപ്പോ തന്നെ അല്ലാഹ് വെറുതെ വിട്ടല്ലോ, അപ്പൊ പിന്നെ നിസ്കരിച്ചാ വെറുതെ വിടൂല്ലേ? അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഒരു ആലിം, ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, അല്ലാഹ് എന്ത് ചെയ്യണം പടച്ചവനെ? അള്ളാഹു പറഞ്ഞു, ആദ്യം ആ ഉസ്താദിന്റെ കാലി വാരി തറയിലടിക്കും, ആദ്യം ആ ഉസ്താദിന് ആദ്യം കാലി വാരി തറയടി, പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. കാരണം എന്തേ, തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഉസ്താദായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ വാപ്പ, ഇനി ഈ നാട്ടിൽ തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കണം, അതാണായാലും പെണ്ണായാലെങ്കിലും. അതിലൂടെ വേണം നിനക്ക് സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വിഭാഗം ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിഭാഗം നീതിമാനായ ഭരണാധികാരി, 2 സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ, 3 തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന മാതാപിതാക്കൾ, ഉപ്പമാർ, പ്രായമുള്ളവർ, 4 അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തൽ ഊലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, 4ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഈ ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള 4ാമത്തെ കാരണം എന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിത ശൈലിയാ. എന്റെ പ്രിയമുള്ളവരെ, 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ പോലെ, ആ ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളെ പോലെ തോപ്പിച്ച് കളയുന്ന രീതിയിലാണ് ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ആരാ നിഷേധിക്കാൻ കഴിയുക? ഇത് പറയുമ്പോ മുടിക്കോടുള്ള പെങ്ങന്മാരെ, ഉസ്താദിനെ പ്രാപിയിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു എന്നെ വെറുതെ വിടില്ല പെങ്ങള്.
ഒന്ന് ചിന്തിച്ചു നോക്ക് പെങ്ങന്മാര്, ഇന്നത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മുഴുവനും അധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അല്ലാഹുവേ ഇന്നെല്ലാ ടിക്ടോക്കിന്റെ പിറകിലാണ്. എന്തെല്ലാം കാരണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു പോയത്? ഏതെങ്കിലും സിനിമയുടെ ഡയലോഗുകൾ കാണാതെ പഠിച്ചിട്ട് അല്ലാഹുവേ പടച്ചവനെ സഹിക്കൂലല്ലോ. ഈ മുസ്ലിം പെണ്ണിനെന്തേ സംഭവിച്ചു പോയത്? എന്തേ പെണ്ണേ നീ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, സങ്കടം കൊണ്ട് പറയുന്നതാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, ഇന്ന് ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങളാ. എന്റെ മുസ്ലിം പെൺകുട്ടികളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? 15, 20, 30 വയസ്സുള്ള 15, 20, 25 വയസ്സുള്ള പെണ്ണുങ്ങൾ ചെയ്താ പറയാ അവൾക്ക് പക്വത എത്തിയിട്ടില്ലെന്ന്. ഉമ്മ, നിനക്ക് പക്വത എത്തിയില്ലേ ഉമ്മ? ഒരുപാട് പ്രായമായില്ലേ ഉമ്മ? 3, 4 മക്കളുടെ തള്ളയായില്ലേ ഉമ്മ? നീ എന്തേ ഉമ്മ ഇങ്ങനെ ആയിപ്പോയത്? മക്കളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മമാരാ. സ്വന്തം മക്കള് പേക്കൂത്ത് കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് വാപ്പയും ഉമ്മയുമാ. എത്ര ചീത്തയാ വിളിക്കുന്നതെന്നറിയോ? ഒരു നാണവുമില്ലാതെ മുസ്ലിം പെണ്ണ് എത്ര ചീത്തയാണ് വിളിക്കുന്നത്, എന്തെല്ലാം വൃത്തികേടുകളാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ ചെയ്തോ. ഇന്ത്യ മഹാരാജ്യത്ത് നിനക്കതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ട്. പക്ഷേ എന്റെ പെങ്ങളോട് എനിക്കൊരപേക്ഷയേ ഉള്ളൂ, ആ ഫർദ് ഒന്ന് ഊരി വെക്കുമോളെ. അത്രയെങ്കിലും ഒരു കരുണ കാണിക്കടി, അത്രയെങ്കിലും ഒരു കരുണ നീ കാണിക്ക്. എന്തിനായി ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്, ഈ സമുദായത്തിനെ നാണം കെടുത്തുന്നത്? നിനക്ക് ചിലപ്പോൾ അതൊരു കറുത്ത വസ്ത്രമായിരിക്കുവടി, പക്ഷേ അത് വെറും ഒരു വസ്ത്രമല്ല. മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഒരുപാട് മഹദിമാര് ധരിച്ച വസ്ത്രമാ മോളെ. അതിനൊരു വിലയുണ്ടടി. അതിന് കേവലം 300 400 വിലയല്ല അല്ലാഹുവേ, അതിന് വല്ലാത്ത ഒരു വിലയുണ്ട്. ആ ഫർദ നോക്കിയിട്ടൊരു സമുദായത്തിന് വിലയിരുത്തുന്ന കാലവാ. എന്റെ മുസ്ലിം പെൺകുട്ടികളുണ്ടല്ലോ, അതപ്പതിച്ച് എവിടെ എത്തിയെന്നറിയുമോ? അല്ലാഹുവേ, ഇന്ന് ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാ, പഠിക്കാൻ പോകുന്ന നമ്മുടെ പെൺമക്കളുണ്ടല്ലോ, കണ്ണിന്റെ മുന്നിൽ വാപ്പയുടെ പ്രായമുള്ളവരുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരുണ്ട്. അതാ പടച്ചവനെ, കൂടപ്പിറപ്പിന്റെ പ്രായമുള്ളവരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്, എന്തിന് സമപ്രായക്കാരുണ്ട്, എന്തിന് പ്രായം കുറഞ്ഞ കുട്ടികളുണ്ട്. ഉസ്താദന്മാര് മുന്നിലിരുന്നാൽ പടച്ചവനെ ആ മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് ചാരിയിരുന്നിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുക്കുന്ന അവന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു വിഭാഗമായി ഇന്നത്തെ മുസ്ലിം പെണ്ണ് മാറുമ്പോ അല്ലാഹുവേ, എവിടെ നോക്കിയാലുമുണ്ട്. കല്യാണ പന്തലുകളിലാകട്ടെ, എന്തിനെ പടച്ചവന് സ്കൂളിന്റെ പരിപാടികളിലാകട്ടെ, അല്ലെങ്കിൽ ഓണപരിപാടികളാകട്ടെ, എല്ലാത്തിനും ഈ പെമ്മക്കളാണല്ലോ. നമ്മുടെ ഹിജാബിട്ട, തലമറച്ച, എടി എന്തൊക്കെ വസ്ത്രമുണ്ട്, ചുരിദാറ് വിട്ട് തലയിൽ തുണിയിടാതെ നീ എന്ത് വേണമെങ്കിലും കാണിക്കടി. എന്തിനാ പർദ്ദ ധരിച്ചുകൊണ്ട് ഹിജാബിട്ടുകൊണ്ട് മുസ്ലിം കോലത്തിൽ നീ ധിക്കാരം കാണിക്കുന്നത്, അഹങ്കാരം കാണിക്കുന്നത്? ഇത് പറഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെറുപ്പാട്. ചിലപ്പോൾ നാളെ ഇതിന്റെ പേരിൽ എനിക്ക് ചീത്തവിളി കേൾക്കേണ്ടി വരും. എങ്കിലും എനിക്ക് പ്രശ്നമില്ല പെങ്ങള്, എനിക്കൊരാഗ്രഹമേ ഉള്ളു, എവിടെ കിടന്നു മരിച്ചാൽ ഈമാനോടുകൂടി മരിച്ചാ മതി. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷേ പറയേണ്ടത് പറയണം മോള്. എത്ര പേര് നിന്റെ കൂടെ നടന്നാല് എടി നീ മരിക്കണ്ടവളാണെന്നുള്ള ചിന്ത നിനക്ക് വേണമടി. എല്ലാം കടിഞ്ഞിട്ട് അവസാനമല്ലാ നീ പടച്ച റബ്ബിന്റെ മുന്നിൽ പോകണ്ടവളാ. ഈ അഹങ്കാരം കാണിക്കുന്നവളോട് മക്കളേത്
എന്ത് തോന്നിവാസം കാണിച്ചാൽ അവരുടെ കൂടെ നിൽക്കുന്ന ഉമ്മമാര് നീ എപ്പോഴും പറയുമല്ലോ പെങ്ങള് പ്രസവത്തിന് മരണവേദനയാണെന്ന്. എടി നീ അനുഭവിച്ചവളാണെങ്കിൽ ആ മരണവേദന പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു മരണവേദന വരാനുണ്ടല്ലോ. ഈ അനുഭവിച്ച നിനക്കതിനെ കുറിച്ചറിയാമല്ലോ, ഞങ്ങൾക്ക് ആ വേദനയെ കുറിച്ചറിയില്ല. എന്തേ ചിന്തിക്കാത്തത്? ഈ അഹങ്കാരമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? അവസാനം നിന്റെ കണ്ണിന്റെ മുന്നിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ വന്ന് നിന്നിട്ട് പറയും, വിളിക്കടി, ആരെ വേണമെങ്കിലും വിളിക്ക്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ആരെ വിളിക്കുവടി പൊന്നുമോളെ? നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? എന്റെ ഓരോ പെണ്ണിനോടും സ്വന്തം പെങ്ങളെ പോലെ പറയുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസം പോയി നിൽക്കണമടി അള്ളാന്റെ മുന്നിൽ. ഒരു ദിവസം പടച്ചവന് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ടെന്ന് ഒരുത്തിയും മറന്നു പോകരുത്. ഈ പ്രവർത്തനം കാണിക്കുന്ന, ഈ ധിക്കാരം കാണിക്കുന്ന പടച്ചവനെ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദി കെട്ടതുപോലെ ജീവിക്കുന്ന പെങ്ങള് അല്ല നിന്നെ പിടിച്ചു നിർത്തുമടി. പിടിച്ചു നിർത്തിയിട്ട് അല്ല ചോദിക്കുമ്പോ നീ പറയണമടി, ഈ കാണിച്ച ഈ അഹങ്കാരമുണ്ടല്ലോ, ഈ ധിക്കാരം നാളെ നീ അവിടെ വെച്ച് കാണിക്കണം പൊന്നുമോള്. നിനക്കുമറിയാ നീ പടച്ചവനെ മിണ്ടാതെ കടന്നു കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, നിങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല. സ്നേഹം കൊണ്ട് പറയുകയാ മോളെ, പ്രായം കുറെ ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നാവ്. 40, 50, 60 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം നിന്റെ 18, 19 കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞില്ലേ? 50, 60 വയസ്സുള്ള ഉമ്മമാര് ചെയ്യാത്ത പാപം പോലും നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നീ ചെയ്ത് അറുമാദിച്ചു സുഖിച്ച് നടന്നില്ലേടി? ഇനിയെങ്കിലും ഒന്ന് നിർത്ത്, ഇനിയെങ്കിലും ഒന്ന് നേരെയാകു. അല്ലാഹുവേ, ഈ സമുദായത്തിന് നീ ഈമാൻ നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, 4 വിഭാഗം പെണ്ണുങ്ങള് അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ പറയുന്ന പെണ്ണുങ്ങള് നിന്റെ വീട്ടിലുണ്ടോ? ഈ പറയുന്ന പെണ്ണുങ്ങള് നിന്റെ വീട്ടിലുണ്ടോ? ഇവർ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. ഇവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ ഗതി അറിയുമല്ലോ, അവന്റെ ഗതി അറിയുമല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന 3 വിഭാഗം പെണ്ണുങ്ങള് നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവരല്ലാഹു ശപിച്ചവരാ. നിന്റെ നാശത്തിന്റെ കാരണം അവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒന്നാമത്തെ പെണ്ണേതെന്നറിയോ? ശരീരത്തിൽ പച്ച കുത്തുന്ന പെണ്ണാ. പടച്ചവനെ, ആണുങ്ങളായിരുന്ന ശരീരത്തിൽ പച്ച കുത്തി നടന്നത് ഇന്ന് പെണ്ണുങ്ങളും അതൊരു ഫാഷനാണ്. പടച്ചവനെ, ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങളില് പച്ച കുത്തികെട്ട് നടക്കുന്ന പെണ്ണ് നിന്നെ അല്ലാഹു ശപിച്ചതാടി, നിന്നെ അല്ലാഹു ശപിച്ചതാ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര്, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്ന് വീട്ടിൽ പോയിട്ട് ഉമ്മാടെ മുഖത്ത് നോക്കടാ, കൂടപ്പറപ്പിന്റെ മുഖത്ത് നോക്കടാ, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കടാ, നിന്റെ അനുജത്തിമാരുടെ മുഖത്ത് നോക്ക്. അല്ലാഹുവിന്റെ ശാപം കിട്ടിയ രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ പിരിയത്തിലെ മുടിയതാ മുറിച്ചു മാറ്റുന്ന പെണ്ണ്, മുടി പിടിത് കളയുന്ന പെണ്ണ്.
നിന്റെ ഭാര്യയുടെ നെറ്റിത്തടത്തിൽ പോയി നോക്കടാ, നിന്റെ സഹോദരിയുടെ പിരിയത്തിൽ നോക്ക്, നിന്റെ ഉമ്മ 40 വയസ്സുള്ള നിന്റെ തള്ളയുടെ പിരിയത്തിൽ നോക്ക്. എങ്ങനാ നിനക്ക് നന്ദി ഉണ്ടാകുന്നത്? നിന്റെ വീട്ടിൽ എങ്ങനാ റഹ്മത്തിറങ്ങുന്നത്? അല്ലാഹുവേ നിനക്ക് എങ്ങനെയാ ബർക്കത്ത് കിട്ടുന്നത്? അല്ലാഹുവിന്റെ ശാപം കിട്ടിയ ഒരുത്തി നിന്റെ വീടിന്റെ അകത്തുണ്ടല്ലോ. പെങ്ങള് എന്തിനാടി ഈ പൊന്നുമോള്, എന്തിനാ ഇത് ഖബറിൽ കൊണ്ടുവച്ചാ പുഴുത്ത് നാറുമല്ലോ, നിന്റെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ. നിന്റെ അന്ന് എല്ലാവരും നിന്റെ വീട്ടില് യാസീൻ ഓതി ദുആ ചെയ്ത് മധുരം കഴിക്കുമ്പോ നിന്റെ കണ്ണുണ്ടല്ലോ നിന്റെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങും പെണ്ണ്. ഏഴിന്റെ അന്ന് നിന്റെ വയറ് പൊട്ടുപടി പുഴുത്ത് നാറും പെങ്ങള്. ഇത്രയേ ഉള്ളു നിന്റെ ശരീരത്തില്, പിന്നെ എന്തിനാവും? ചിന്തിക്ക് സഹോദരിമാര്, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ രണ്ടാമത്തെ പെണ്ണുങ്ങൾ അവരാ. മൂന്നാമത്തെ വിഭാഗമാരാ അല്ലാ ചായം തേക്കുന്ന പെണ്ണുങ്ങളാ. പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി മുടിയിൽ ചായം തേക്കുന്ന പെണ്ണുങ്ങൾ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ തമ്പുരാനെ. ഒന്നാമത്തെ വിഭാഗം പച്ച കുത്തുക, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. 2, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പിരിയം നോക്കിയാൽ മതി, കാണാം. പടച്ചവനെ എണ്ണച്ച് വരച്ചു വെക്കണ പോലെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. എന്നാ പ്ലാനാന്നറിയാവോ? ബ്യൂട്ടി പാർലർ പോയിട്ട് റെഡിയാക്കി വെക്കാം. 3, പ്രായം മറയ്ക്കാൻ അങ്ങോട്ട് ചായവും തേച്ചിട്ട് നടക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ സഹാബത്ത് തേച്ചിട്ടുണ്ടല്ലോ, എല്ലാത്തിനും വലിയ അറിവാ. സഹാബത്തുകൾ മുടിയിൽ ചായം തേച്ചിട്ടുണ്ടല്ലോ ഉസ്താദെ, പിന്നെ ഞങ്ങൾക്ക് എന്താ? സഹാബത്ത് തേച്ചിട്ടുണ്ട്. എവിടെ പോയപ്പോഴാ തേച്ചേ? സഹാബികൾ യുദ്ധക്കളത്തിലേക്ക് പോയപ്പോ ഞങ്ങൾ പ്രായമുള്ളവരല്ല, ഞങ്ങൾ ചെറുപ്പക്കാരാണെന്ന് ശത്രുക്കൾ കരുതാൻ വേണ്ടി അവര് തേച്ചത്. നീ എന്തിനാ തേച്ചേ? നിങ്ങൾ എന്തിനാ തേച്ചേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവ് വെള്ളമുടിയുള്ള നിന്നെ കണ്ടാ നിന്റെ ഭർത്താവിന് നീ മൈലാഞ്ചി തേക്കാമിനകത്താ, നല്ലതല്ല, അത് തേക്കാലോ, എന്ത് തേക്കാത്തെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ 3 വിഭാഗം അള്ളാഹു ശപിച്ചവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഇനിയെങ്കിലും ഒന്ന് തീരുമാനിക്ക്, ഒരു മാറ്റം കണ്ടെത്ത്. നശിക്കാറായി നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക, ഒരു മാറ്റത്തിന് മാസികകളും പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നീ നാനയും മങ്ങളും ഇതൊക്കെയാണ് നിന്നെ നശിപ്പിച്ച്. കുറെ പ്രസിദ്ധീകരണങ്ങളാണ് നിങ്ങളെ നശിപ്പിച്ചത്, അതൊക്കെ എടുത്ത് കള. എന്നിട്ട് മഹദിമാരുടെ ചരിത്രം പഠിപ്പിക്കും. നീ വളർന്ന ആരാ? നിനക്ക് നിന്റെ വിലയറിയാനിട്ടാ. നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്ത എന്താ ഉസ്താദ്? ഏത് പ്രഭാഷകൻ വന്ന് ഞങ്ങളെ സഹോദരി നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ഉമ്മ നിന്റെ ഏതാണെന്തെങ്കിലും കാൽച്ചുവട്ടി സ്വർഗമുണ്ടോ? നിന്റെ കാൽച്ചുവട്ടിലല്ലേ സർവ്വ പെണ്ണുങ്ങളുടെയും കാൽച്ചുവട്ടിൽ സ്വർഗമല്ലേ? ഉമ്മാടെ കാൽച്ചുവട്ടില്ല. ഏത് ആണിന്റെ, ഏത് ഉസ്താദിന്റെങ്കിലും ആലിമിന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ടോ? നിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നിനക്ക് നിന്റെ വിലയറിയാനിട്ടാ, നിനക്ക് നിന്റെ മഹത്വം അറിയാനിട്ടാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. നിങ്ങൾക്ക് മാതൃകയാക്കാൻ മഞ്ജു വാര്യരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നടിമാരല്ല, ഏതെങ്കിലും മോഡലുകളല്ല. നിനക്ക് പഠിക്കാൻ ഒരു മോഡലിന് ഞാൻ പറഞ്ഞു തരാ. നീ വളർന്നാല്, നീ നന്നായാല് അല്ലാഹ് നിനക്ക് തരുന്ന സ്ഥാനം എന്തെന്നറിയോ? ഒരുപാട് മഹദിമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ. നഫീസത്തുൽ മിസ്രിയ, മൈമൂനത്തുൽ മിസ്രിയ, ദിന്നൂറുൽ മിസ്രിയ. അല്ലാഹുവേ, എത്രയോ മഹദിമാർ, ഇവരുടെ ചരിത്രങ്ങൾ നീ കേട്ടവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇങ്ങനെ സ്വർഗ്ഗത്തിലൂടെ മുത്തുനബി പറയുകയാണ്, ദഖൽതുൽ ജന്ന ഫസമിഅതു ഖശഫതൻ ഫഖുൽതു മൻ ഹൗലാഇ ഹാദിഹി
റുമൈസ. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവേ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ, ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. പ്രവാചകനാണ് സ്വർഗ്ഗം തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനകത്തേക്ക് കടന്നപ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ആരാ തമ്പുരാന്, സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ പെണ്ണാരാട്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഫഖുൽതു മൻ ഹൗലാ, ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ് ഹാദിഹി റുമൈസ, അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ആരാണ് റുമൈസ? ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈ, ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവേ, ഇവർക്ക് ഈ മഹത്വം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗം തുറന്ന് അകത്ത് കടന്നപ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ പ്രവാചകനെക്കാളും മുമ്പ് സ്വർഗ്ഗത്തിലേക്ക് ഓടിക്കേറിയ ഈ പെണ്ണാരാ? ഉമ്മു സുലൈമിന് ഇത് കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? മുടിക്കോടുള്ള പെണ്ണന്മാരെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവിടുന്ന് മുസ്ലിമാവുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മാലിക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്ന, ഉമ്മു സുലൈം, നിനക്ക് എന്നെ വേണോ? ഇസ്ലാം മതം വേണോ? പുതിയ മതം വേണോ? എന്നെ വേണോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അനസ് എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവളൊന്ന് പറഞ്ഞു, എനിക്ക് രണ്ടും വേണം, എനിക്ക് അല്ലാഹുവിനെയും വേണം, അല്ലാഹുവിന്റെ ദീനും എനിക്ക് വേണം, ഭർത്താവായ നിങ്ങളെയും എനിക്ക് വേണം. അവിടെന്ന് മാലിക് പറഞ്ഞു, ഉമ്മു സുലൈം, ഏതെങ്കിലും ഒന്ന് നീ തീരുമാനിക്ക്. എന്നെ വേണോ? പുതിയ മതം വേണോ? എന്നെ വേണോ? പുതിയ മതം വേണോ? ഉമ്മു സുലൈമിന് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. തന്റെ ചെറിയ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മതമാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവാണ് വേണ്ടത്, എനിക്ക് ഇസ്ലാം മതമാണ് വേണ്ടത്. ഉമ്മു സുലൈം അവിടെ നിന്ന് പറയുമ്പോ മാലിക് എന്ന ഭർത്താവ് അതാ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാ. സ്വന്തം ഭർത്താവ് മുസ്ലിമായതിന്റെ പേരില് തന്റെ ഭാര്യയെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് കരയുകയാ. ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ കണ്ടവന്റെ കൂടെ അല്ലാഹുവിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോകുന്ന കാലവാ. അവൾക്ക് എന്ത് ദീന്, എന്ത് പ്രവാചകന്, എന്ത് ഖുർആന്, എന്ത് മരണം, എന്ത് ഖബറ്, എന്ത് പരലോകം, എന്ത് സ്വർഗ്ഗം. അല്ലാഹുവേ, കണ്ടവന്റെ കൂടെ മതം പോലും മറന്നിട്ട് ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങള്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. റബ്ബേ, അവസാനം തന്റെ പൊന്നുമകനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അതാ അതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനതാ ഹിജ്റ ചെയ്ത് തന്റെ നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും മുത്തുനബിയെ കാണാൻ പോവുകയാണ്. വലിയ വലിയ സമ്മാന പൊതികളുമായിട്ടാണ് കടന്നു പോകുന്നത്. ഉമ്മു സുലൈമിനാണെങ്കിൽ കൊടുക്കാനൊന്നുമില്ല. മുത്തുനബി ഇതുവരെ ജീവനോടെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു. അല്ലാഹുവേ, എല്ലാവരും സമ്മാന പൊതിയുമായിട്ട് പ്രവാചകന്റെ ചാരത്ത്
ചാരത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാഹു തആലാർക്കതിന്റെ വീടിന്റെ അകത്തിൽ നിന്ന് കരയുകയാണ്. മുത്തുനബിക്ക് കൊടുക്കാ സമ്മാനമില്ല. അവസാനം വീടിന്റെ അകത്തിൽ നിന്ന് കരയുന്ന ഉമ്മയുടെ ചാരത്തേക്ക് അനസ് എന്ന് പറയുന്ന പൊന്നുമകന് കടന്നു ചെല്ലുമ്പോ അവസാനം തന്റെ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോനെ കുളിച്ചൊരുപ്പി, തന്റെ പൊന്നാരമോനെ കുളിച്ചു ഒരുക്കി, എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നുപോയി, മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരും അങ്ങയുടെ കയ്യിലെ സമ്മാന പൊതി തരുന്നു നബിയേ. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. എന്റെ ഭർത്താവെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാട്. എന്റെ കയ്യിൽ തരാൻ വിലപിടിപ്പുള്ള ഒന്നുമില്ല നബിയേ. ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ് നബിയേ. അത് കഴിഞ്ഞാൽ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ പൊന്നുമോൻ അനസിനെയാണ് നബിയേ. 9 വയസ്സുള്ള പൊന്നുമോര്, അനസ് എന്ന് പറയുന്ന പൊന്നുമോര്, ആ പൊന്നുമകനെയാണ് എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ. അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ സ്നേഹിക്കുന്നത് എന്റെ പൊന്നുമോനെയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് അനസ് എന്ന് പറയുന്ന തന്റെ ചെറിയ മകന്, ആ 9 വയസ്സ് മാത്രം പ്രായമുള്ള മകന് മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നബിയേ, ഇവനെ എടുത്തോ നബിയേ, അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യാ, അങ്ങക്ക് വെള്ളം എടുത്തു തരാ, അങ്ങക്ക് ചെരുപ്പെടുത്തു തരാ, എന്റെ പൊന്നുമോനെ സമ്മാനമായിട്ടെടുത്തോ നബിയേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര പോര് മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. എന്നിട്ട് അനസ് എന്ന് പറയുന്ന പൊന്നുമോന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മു സുലൈം പറഞ്ഞു, മകനെ അനസ്, ഉമ്മാനെ മറക്കല്ലേടാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഉമ്മാനെ കാണുമ്പോ മറന്നു പോകല്ലേ. ഈ ഉമ്മാനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ വിട്ടുകൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുടിക്കോടുള്ള ഉമ്മമാര്, ആ ഉമ്മു സുലൈം കിടക്കുന്ന സ്വർഗവാദി ചോദിക്കുന്നത്, ആ സ്വർഗം നിനക്ക് ചോദിക്കാ, ആ സ്വർഗത്തിലൊന്ന് കിടക്കാ, ആ സ്വർഗമൊന്ന് കാണാ, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമല്ലോ. അതൊന്ന് ശ്വസിക്കാനെങ്കിലും നിനക്ക് യോഗ്യതയുണ്ടോ പെങ്ങള്? ചിന്തിക്കും ഉമ്മമാര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങള് അതെത്ര വലിയ പാവമാകട്ടെ, എത്ര വലിയ കൊടും പാവം ചെയ്താൽ നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരുമല്ലോ. ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാണ്. നീ കള്ളു കുടിച്ചവനാണോ? നീ വ്യഭിചരിച്ചവനാണോ? നീ പലിശ തിന്നവനാണോ? നീ നിസ്കരിക്കാത്തവനാണോ? നീ പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവനാണോ? വാപ്പാനെ ചതിച്ചവനാണോ? ഭർത്താവിനെ വഞ്ചിച്ചവളാണോ? അല്ലാഹുവേ, എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നിനക്കൊന്ന് കരയാൻ കഴിയോ? നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിയോ? എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ലാ. സ്വന്തം പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ല പുറത്തു കൊടുത്തല്ലോ. കബറിൽ കിടന്ന മയ്യത്തിന് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. എന്തേ 100 കൊല ചെയ്തവൻ അല്ല പുറത്തു കൊടുത്തല്ലോ. പിന്നെ എന്തേ ചെറുപ്പക്കാരോ? പിന്നെ എന്തേ പെങ്ങള്? അതുകൊണ്ട്
സർവ്വതും ഇവിടെ ഇരുന്ന് കരഞ്ഞ് കഴുകിക്കോ. അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തോ. ഇങ്ങനെ പറയണമെന്നറിയോ? വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ വിളിച്ചു കൂവിയാ പോരാ, വെറുതെ കരഞ്ഞാ പോരാ. പറയുമ്പോ എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. ഓരോന്നും എണ്ണിപ്പറ. ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറ. പടച്ചവനെ, നിന്നെക്കാലും പൊറുക്കുന്ന ആരുമില്ല തമ്പുരാനെ. എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവരാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, എന്റെ പാപങ്ങൾ പുറത്തു താ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ മുന്നിലേറ്റു പറഞ്ഞിട്ട് പൊക്കോ. ഇന്ന് രാത്രി നീ മരിച്ചാൽ, തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിൽ നീ മരിച്ചാൽ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് മരിക്കുന്ന മനുഷ്യന് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേൽക്ക് ഇൻഷാ അല്ലാഹ്. എഴുന്നേറ്റ് മുന്നിലേക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന്